വയനാട്ടിലെ ദുരന്തബാധിതരെ സഹായിക്കാൻ എറണാകുളത്ത് സ്നേഹത്തിന്റെ തട്ടുകട തുറന്ന് ഡിവൈഎഫ്ഐ. തട്ടുകടയിൽ നിന്നുള്ള വരുമാനം മുഴുവൻ ദുരന്തബാധിതർക്ക് വീട് നൽകാനായി കൈമാറും. ഇടപ്പള്ളി ടോൾ ജംഗ്ഷനിലാണ് ഡിവൈഎഫ്ഐ സ്നേഹത്തിന്റെ തട്ടുകട തുറന്നത്. ദേശീയപാതയോരത്തെ തട്ടുകടയിൽ പ്രധാന പാചകക്കാരനായത് ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി രഞ്ജിത്ത്. ഏകദിന തട്ടുകടയിലെ വരുമാനം മുഴുവൻ വയനാട്ടിലെ ദുരന്തബാധിതർക്ക് വീട് വെച്ച് നൽകാനായി കൈമാറുമെന്ന് രഞ്ജിത്ത് പറഞ്ഞു. ഇന്നിപ്പോൾ ഇവിടെ നിന്ന് ഭക്ഷണം കഴിക്കുന്നവർക്ക് ആ കഴിച്ച ഭക്ഷണത്തിൻ്റെ വിലയായിട്ടുള്ളത് ഇവിടെ വെച്ചിട്ടുള്ള ബോക്സിൽ നിക്ഷേപിച്ച് പോകാം. ആ പൈസ പൂർണ്ണമായിട്ടും ഡിവൈഎഫ്ഐയുടെ ഭവന നിർമ്മാണത്തിൻ്റെ ഫണ്ടിലേക്ക് സംഭാവന നൽകുമെന്നുള്ളതാണ് ഇപ്പോൾ കണ്ടിരിക്കുന്നത്. നടന്മാരായ സുബീഷ് സുധി, രാജാ സാഹിബ്, GCDA ചെയർമാൻ കെ ചന്ദ്രൻപിള്ള, മുൻ MLA M യൂസഫ് തുടങ്ങിയവരെല്ലാം ഡിവൈഎഫ്ഐയുടെ തട്ടുകടയിൽ ഭക്ഷണം കഴിക്കാനായി എത്തി. പറ്റാവുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്ക് സഹായിച്ചു കൊടുക്കും. അവർ നല്ല രീതിയിൽ പോകുമ്പോഴാണ് അവർ ഈ ഒരു മഹാദുരന്തം വിഴുങ്ങിയിരിക്കുന്നത്. അവരെ സാധാരണഗതിയിൽ വരുന്നത് വരെ നമ്മളെല്ലാവരും അവരെ കൂടെ നിൽക്കേണ്ടത് നമ്മളെല്ലാവരും കടമയാണ്. ഡിവൈഎഫ്ഐ ടോൾ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബുധനാഴ്ച വൈകിട്ട് 3 മുതൽ രാത്രി 12 മണി വരെ തുടർന്ന സ്നേഹത്തിന്റെ തട്ടുകടയ്ക്ക് മികച്ച പിന്തുണയാണ് ജനങ്ങൾ നൽകിയത്. നിതിൻ സേവ്യർ, മീഡിയ 1, കൊച്ചി.